ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സിമിയ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാവുന്നത് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു 4 പൊട്ടറ്റോ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് പൊട്ടറ്റോടെ ഒപ്പം വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് വെന്ത് പോകും. ആദ്യം തന്നെ നമുക്ക് കറിക്കായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 സ്പൂൺ ഗരം മസാല ചേർക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ ചിക്കൻ മസാലയും ചേർക്കാം. അപ്പോൾ പൊടികളൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മളിതിൽ കുറേ പൊടികൾ ചേർക്കുന്നുണ്ട് തന്നെ എരിവ് കൂടി പോകരുത്. അപ്പോൾ എല്ലാം 1/2 സ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മല്ലിപ്പൊടി മാത്രം ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. കരിഞ്ഞു പോകാതെ നമുക്കിത് ചൂടാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കടായി എടുക്കാം. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ആവശ്യത്തിനുള്ളത്. ഇതിലോട്ട് ഞാനൊരു 2-3 സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള വേഗം വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മൂടി വെച്ചിട്ട് സവാള വഴറ്റുകയാണെങ്കിൽ വേഗം ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഇതിലെ പച്ചമണമൊക്കെ മാറി വരണം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ വേഗം നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് നല്ല അടിപൊളി കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൊടികളുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ശരിക്കും നമ്മൾ ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു സ്മെല്ലായിരിക്കും ഈ സമയത്ത് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്, അതുപോലെ നല്ല ടേസ്റ്റും ആയിരുന്നു. ഇത് കരിഞ്ഞു പോവാതെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പില നമ്മുടെ കയ്യിൽ ഉള്ളതനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കണം ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വിസിലടിച്ചതിന് ശേഷം കുറച്ച് എയർ കളഞ്ഞായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഇപ്പം നന്നായിട്ട് വെന്ത് പോവും. അപ്പോൾ നമുക്കിങ്ങനെ പീസായിട്ട് കിടക്കില്ല. അപ്പോൾ ഞാൻ ഒരു വിസിൽ കഴിഞ്ഞപ്പോൾ കുറച്ച് എയർ കളഞ്ഞിട്ടാണ് എടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് നമുക്ക് ഒരു നല്ല ഗ്രേവിയിൽ എടുക്കാം. അല്ല നല്ല റോസ്റ്റ് രൂപത്തിൽ മതിയെങ്കിൽ അതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങിലുണ്ടായിരുന്ന വെള്ളം മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന ഒരു പാകമാവണം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, കാരണം ഉരുളക്കിഴങ്ങ് കുക്കായതാണ്. അപ്പോൾ നമുക്ക് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് ചോറിന് മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഏതിന് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.